അപ്പോൾ വെൽക്കം ടു കുക്ക് അപ്പ് സ്റ്റോറീസ്. നമ്മുടെ അടുത്ത വ്ലോഗിലേക്ക് സ്വാഗതം. ലാസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ ടൈറ്റിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ബാഗാണ്. ഇത് എന്റെ ഹസ്ബൻഡിന്റെ ഒരു പഴയ ജീൻസ് ആയിരുന്നു. അത് ഞാൻ ഇങ്ങനെ ബാഗ് ആക്കി ഉണ്ടാക്കിയെടുത്തതാണ്. ഭയങ്കര ഈസിയാണ് ചെയ്യാൻ. ഞാനതൊരു ഓരോ സ്റ്റെപ്പിൽ കൂടെ പോയിട്ടുണ്ട്. പുറത്തൊക്കെ പോകുമ്പോൾ, പിക്നിക്കിനൊക്കെ പോകുമ്പോൾ ഹാൻഡി ആയിട്ട് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ടിൻസ്, അങ്ങനെ ടിഫിൻ ബോക്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാനൊക്കെ ഇത് ഭയങ്കര ഹാൻഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ജീൻസ് കളയണ്ട, ഇത് റീയൂസ് ചെയ്യാം. അപ്പം വേസ്റ്റേജും കുറയും. അപ്പോൾ നമുക്ക് ബാഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുന്ന ഒരു ജീൻസ്, പിന്നെ കുറച്ച് ബട്ടൺ, പിന്നെ നീഡില്, നിങ്ങൾ തയ്ക്കുന്ന നൂല്, ഇത് ഒരു ക്ലിപ്പാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ മാർക്ക് ചെയ്യാൻ ഒരു ചോക്ക്, മെഷറിംഗ് ടേപ്പ്, ഒരു സിസേഴ്സ്. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. ഒരു 15 ഇഞ്ച് പാൻസിൻ്റെ താഴെ നിന്ന് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ 2 പീസ് കിട്ടിയിട്ടുണ്ട്, നമ്മൾ മുറിച്ചെടുത്തത്. ഇനി നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ, ഈ സൈഡില്ലേ, ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യണം. ഇത് ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് ഈ കട്ടിയുള്ള ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിർത്താം. ഞാൻ ഈ ഭാഗം കട്ട് ചെയ്ത് കളയണം. അങ്ങനെ നമ്മൾ 2 ലെഗ് പീസസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് നമ്മൾ ട്രിം ചെയ്ത് കളഞ്ഞു. നമുക്ക് ഇത്രയും ഭാഗം റെക്റ്റാങ്കിൾ ആയിട്ട് തുന്നിയെടുക്കാം. മെഷീൻ ഉള്ളവർക്ക് ഇത് സൈഡ് അടിച്ചും വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് ഫുൾ ഹാൻഡ് മെയ്ഡാണ്. അപ്പം നമ്മൾ ഫുള്ള് 3 സൈഡും അങ്ങനെ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 2 കോർണേഴ്സാണ്. ഒരു 2 ഇഞ്ച് വീതിയിൽ ഇത്രയും വേണമെങ്കിൽ നമുക്കൊന്ന്, നിങ്ങൾക്ക് ഷുവർ അല്ലെങ്കിൽ നമുക്ക് ഒരു ചോക്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്യാം. ഇങ്ങനെയും കൂടെ ഒന്ന് തുന്നി കൊടുക്കുക. അങ്ങനെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ കോർണറും അതുപോലെ തന്നെ തുന്നാം. അപ്പോൾ നമ്മളങ്ങനെ 2 സൈഡും തുന്നിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ സ്റ്റിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോർണർ നമ്മൾ ചെയ്തത്. അപ്പം ഇങ്ങനെ വരും, അടിഭാഗം ഇങ്ങനെ വരും. ബാഗിൻ്റെ ബോഡി ഇപ്പം നമുക്ക് ശരിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഈ പോക്കറ്റ് എടുത്ത് കളഞ്ഞിട്ട് ഈ ഭാഗം കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഈ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഈ ജീൻസ് നല്ല കട്ടുകളാണ്, ഇതിൻ്റെ സ്റ്റിച്ച് പിടിക്കാൻ നല്ല പാടാണ്. അപ്പം ഞാനിപ്പോൾ ഈ ഭാഗമാണ് എടുക്കുന്നത്. ഇപ്പം ഞാൻ ഇത് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് വെട്ടിയെടുക്കണം. അതിന് മുന്നേ നമുക്ക് ഇതൊന്ന് 3 മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ ഒരു 7-8 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പം ഞാനിവിടെ ഒരു 2.5, ഏകദേശം ഒരു 2.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യുവാണ്. അങ്ങനെ അപ്പം നമ്മൾ അളന്നനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടയാളപ്പെടുത്തിയ പോലെ ഇത് 3 പീസായിട്ട് സ്ട്രിപ്സ് പോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇപ്പം നമുക്കിവിടെ 3 സ്ട്രിപ്പായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന ക്ലിപ്പില്ലേ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്ലിപ്പ്, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉള്ള ഒരു ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് ഇത് 3ഉം കൂടെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് പിടിക്കുക. അത് അതിൻ്റെ പ്ലേസിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ മുടി മെടയത്തില്ലേ, അതുപോലെ മെടയാൻ പോവാണ്. അതിന് മെടയുന്നതിന് മുന്നേ എല്ലാ സ്ട്രിപ്പും ഇങ്ങനെ അകത്തോട്ടൊന്നും ആക്കണം, അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത എഡ്ജ് പുറത്തേക്ക് വരും. അപ്പം നിങ്ങൾക്ക് അകത്തേക്ക് ആക്കാൻ പറ്റിയില്ലെങ്കിൽ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഒന്ന് തുന്നി കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ തുന്നുന്നില്ല. ഫുള്ള് അങ്ങനെ ബ്രൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അറ്റം ഇനി ഒന്ന് തുന്നി കൊടുക്കുക. ഹാൻഡിലിന് വേണ്ടിയിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ്
ബാഗിലേക്ക് പിടിപ്പിക്കണമെന്ന് നോക്കാം. നമുക്ക് അകത്തോട്ട് ഇതിങ്ങനെ ഇപ്പം ചെറിയ ഹാൻഡിലാട്ടോ. നിങ്ങൾക്ക് നീളം കൂടുതൽ വേണമെങ്കിൽ ജീൻസിൻ്റെ ബാക്ക് സൈഡും കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന് ലെങ്ത്ത് കൂട്ടിയാൽ മതി. നിങ്ങൾ ഹാൻഡിൽ പിടിപ്പിക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നല്ല കട്ടിയുള്ള ഹാൻഡിലായതുകൊണ്ട് നിങ്ങൾ രണ്ട് സൈഡിലും ഇത് കുറച്ചിങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് ഇടണം. പിന്നെ ഇതിൻ്റെ അറ്റത്തോട് ചേർന്ന്, അതായത് ഈ ബാഗിൻ്റെ ടോപ്പിനോട് ചേർന്നിട്ട് ഇവിടെയും 2 സ്റ്റിച്ച് 2 സൈഡിലിടണം. അല്ലെങ്കിൽ അത് ചിലപ്പോൾ അതിങ്ങ് ലൂസായിട്ട് വിട്ടുപോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബാഗ് റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 ഹാൻഡിൽ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് വെച്ച് നിർത്താം. ഞാൻ ഇതിനകത്ത് ഒരു ഇതും കൂടെ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ഫ്ലവേഴ്സും കൂടെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്നുണ്ട്. നല്ല ബലമുള്ള ഒരു ബാഗാണ്, നല്ല യൂസ്ഫുൾ ആണ്. ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഉള്ളതുപോലെ മാർക്ക് ചെയ്യുക. കുറച്ചിങ്ങനെ സിക്സാക്കായിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കും. അതുപോലെ നിങ്ങൾക്ക് എത്ര ഫ്ലവർ വേണോ അത്രയും പോർഷൻ ജീൻസിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തനുസരിച്ച് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഫ്ലവർ ആക്കുന്നതെന്ന് നോക്കാം. അതുപോലെ എടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ഇത്രയും പോർഷനിൽ ഇതാണ് ഫസ്റ്റ് പെറ്റലായിട്ട് വരുന്നത്. അപ്പം ഇത്രയും പോർഷൻ കൂട്ടി പിടിച്ചിട്ട് അത് കൂട്ടി സ്റ്റിച്ച് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം അടുത്തതും അതുപോലെ തന്നെ. അപ്പോൾ ഇത് ഫസ്റ്റ് പെറ്റലായി. ഇനി അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പെറ്റലിന് വേണ്ടിയിട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ പെറ്റൽസ് എല്ലാം തുന്നിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് കൂട്ടി വെച്ചിട്ട് ബാക്കിലോട്ട് പിടിച്ചിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ആ ഫ്ലവറിൻ്റെ നടുക്ക് ഒരു ബട്ടൺ പിടിപ്പിച്ചു. അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര നമ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ 5 ഫ്ലവർ അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബാഗിലേക്ക് ഒട്ടിക്കാം. നിങ്ങൾക്കത് നാട്ടിലെ ക്വിക്ക് ഫിക്സ് ഇല്ലേ, നന്നായിട്ട് ഒട്ടുന്ന ക്വിക്ക് ഫിക്സ് വെച്ച് അങ്ങനെ ഒട്ടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തുന്നി പിടിപ്പിക്കാം. രണ്ടും ചെയ്യാം. നമുക്ക് മെയിനായിട്ടും ഈ സ്റ്റിച്ച് വരുന്ന ഭാഗത്തിൻ്റെ അതിൽ കൂടെ ഒട്ടിക്കാൻ നോക്കുക. ഫ്ലവർ ഒട്ടിച്ച് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. സ്ലിം ഫിറ്റ് ജീൻസ് എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ബാഗ് ഉണ്ടാക്കാൻ നോക്കിയാൽ അത് ശരിയാകത്തില്ല. അതുകൊണ്ട് വൈഡ് ലെഗ് ജീൻസ് എപ്പോഴും വൈഡ് ലെഗ് ജീൻസ് തന്നെ എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിന് തരുന്ന റെസ്പോൺസ് അനുസരിച്ച് ഞാൻ കൂടുതൽ ക്രാഫ്റ്റ് വീഡിയോസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ബാഗ് ഉണ്ടാക്കിയതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കണ്ട. എനിക്ക് നിങ്ങൾ ചെയ്തത് എങ്ങനെയായിട്ടുണ്ട്, ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായിട്ടുണ്ടോ, അതുപോലെയൊക്കെ തന്നെ വന്നോ എന്ന് കാണാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇടാം.